ഭർത്താവിനോടുള്ള സ്നേഹം ഒത്തിട്ട് ഭർത്താവിൻ്റെ സർവ്വതമ്മാടിത്തത്തിനും കൂടെ നിന്നു. നന്നാവാനുള്ള എല്ലാ സാധ്യതയും കുടുംബം കൊണ്ട് ആ പെണ്ണിനും ഭർത്താവിനും കഴിയുമായിരുന്നു. 10 കാരണങ്ങൾ കൊണ്ട് നന്നാവാനുള്ള സർവ്വസാധ്യതയും ഉള്ള ഒരു കുടുംബത്തിലാണ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നത്. എന്നിട്ടും അവർ തെറ്റിലാണ് പരസ്പരം സഹകരിച്ചത്. ആരാണ് ആ കുടുംബം? സൂറത്തുൽ മസദിൽ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിനാണ് നാശം. മുത്തുനബിയുടെ മുഖത്ത് നോക്കി തബ്ബല്ലക യാ മുഹമ്മദ്, നാശം നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ സാധാരണ അള്ളാഹുവിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തങ്ങളോട് മറുപടി പറയാൻ പറയാം. ഖുൽ ഹുവല്ലാഹു അഹദ്. തങ്ങൾ പറയും, ഓറ് ഞാൻ 2 ഉണ്ട് 3 ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്, ഞാൻ 1 ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തേക്കെന്ന് അള്ളാഹ് തങ്ങളയച്ചിട്ട് മറുപടി പറയല്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ തങ്ങളെ തൊട്ടാൽ പിന്നെ മറുപടിക്ക് വേറൊരാളെ അയക്കലില്ല. അള്ളാഹ് ഡയറക്റ്റ്, എന്താണ് നീ പറഞ്ഞത്? എൻ്റെ തങ്ങളെ പറയാൻ. പൊതുവെ എടുത്താക്ഷേപിക്കുന്ന വർത്തമാനങ്ങളൊന്നും അള്ളാഹ് നടത്താറില്ല. ആ പ്രോട്ടോകോൾ മുഴുവനും അവിടെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഹബീബിനെ പറയാൻ നീ ആരാ? ഈ ആയത്തിറങ്ങിയപ്പോൾ അബൂലഹബിന്റെ ഒരു കമന്റ് എന്ത്, എനിക്ക് തടിയും തല്ലേടുള്ള പിള്ളേരുണ്ട്, അത്യാവശ്യം അക്കൗണ്ടിൽ ബാലൻസും ഉണ്ട്. അതിനാ അടുത്ത ആയത്തിൽ അന്ന് മറുപടി പറഞ്ഞത്, മാ അഗ്ന അൻഹു മാലുഹു, ഓൻ്റെ ഒരു സമ്പത്തും എനിക്ക് ഉപകാരപ്പെടൂല, വമാ കസബ്, ഓൻ്റെ മക്കളെ കൊണ്ട് ഒരു ചുക്കും എനിക്ക് ഉപകാരം ഉണ്ടാവും. ഓൻ തൊട്ടത് നബിയെയാണ്. ഓൻ തൊട്ടത് നബിയെ. നബി ഗുണങ്ങളുള്ള ആരെ തൊട്ടാലും മക്കൾ കേടുവരും. ഫഹ്ദർ അൻ തകൂന അബാ ലഹബ്. അബൂലഹബ് ഒരു വ്യക്തിയുടെ പേരല്ല, അബൂലഹബ് ഒരു ആശയത്തിന്റെ പേരാണ്. ആലിമീങ്ങളെ തൊട്ടവന്റെ മക്കൾ കേടുവരും. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു ആലിമിനെ തൊട്ടാൽ മിക്കവാറും നമ്മളെ മക്കൾ വഹാബിയായി പോകും. അതെ, അഡ്രസ് ഇല്ലാത്ത ആളായി പോകും. അതാണ് ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നത്, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. തങ്ങളെ ആക്ഷേപിച്ച ആരെല്ലാം ഉണ്ടോ ഹുവൽ അബ്തർ, അവൻ അഡ്രസ് ഇല്ലാത്ത ആളോ. ഈ ആയത്തിന്റെ തഫ്സീർ മജ്മൂഉൽ മുഅല്ലഫാത്തിൽ കാണാം. നബിയുടെ ഗുണം ഉള്ള ആരെ തൊട്ടാലും കേസ് ഇത് തന്നെയാണ്, FIR റെഡിയാവുക. സെയിം കേസ്. നബിയുടെ ഗുണമാണ് ഇൽമ്. കാന ആലമൻ നാസ്, ഏറ്റവും വലിയ ആലിമാണ് തങ്ങൾ. ആലിമീങ്ങളെ തൊട്ടാൽ നമ്മുടെ മക്കൾ പിള്ളേര് കേടുവരും. പിന്നെ ദ്വാരക്കാൻ, ഓർക്കാൻ, സ്മരിക്കാൻ, അനുസ്മരണങ്ങൾക്ക്, ഖബറിന്റെ തൽഖീനിന് ഒരു മനുഷ്യന് കിട്ടൂല. ഇവിടെ നിന്ന് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് ഖത്തറിന് തിരിച്ചു വരുമ്പോൾ ശിർക്കായിട്ട് വരുന്നതാണ്. കാരണം ഏതോ ഒരു മദ്രസ മുഅല്ലിമിനെ പുറത്താക്കാൻ നീയാണ് മീറ്റിങ്ങിന് നേതൃത്വം നൽകി. തുടരുത്, പൊള്ളു. ഫഹദർ അൻ തകൂന അബാ ലഹബ്. അബൂലഹബ് ആവുന്നത് പേടിക്കണം. നമ്മളൊക്കെ അബൂലഹബുമാരായി പോകുന്നുണ്ടോ എന്ന് പേടിക്കണം.